തൃശൂരിലെ ബിജെപിയുടെ വിജയം ജനങ്ങൾ എൽഡിഎഫിനും യുഡിഎഫിനും നൽകിയ താക്കീതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളെ ഭയക്കണമെന്ന താക്കീതിന്റെ മെമ്മോയാണത്. എൽഡിഎഫിന്റെ 10 വർഷത്തെ കിരാത ഭരണത്തിൽ തൃപ്തനാണോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേരള സെല്ലിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആന്റി ഇൻകംബൻസി ഇതിലൊന്നും വിശ്വസിക്കുന്നയാളല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്രയോ യുഗങ്ങളായിട്ട് ഈ പറയുന്ന ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾക്കുമെതിരെ നിൽക്കുന്നു അല്ലെ. ഒരു ഹാർഷ് ഇൻകംബൻസി was impending on all the 20 Lok Sabha constituencies of my state. An incumbency, a fresh incumbent for the betterment of the upkeeping of the life of the people. Did the so-called Rashtriya Prabuddhata stand up to address and contain the situation? എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കൺസൈസ് ആയിട്ട് ആ വിഷയം അവതരിപ്പിച്ചു. ഇത്രയും പറഞ്ഞാൽ മതി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2026 71 സീറ്റുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വരണം. ഗൗതം നാരായണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ കേരള സെല്ലിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആ സമയത്താണ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. LDFനും UDFനും ജനങ്ങൾ നൽകിയ ഒരു താക്കീതാണ് തൃശ്ശൂരിലെ വിജയം എന്നത്. മാത്രവുമല്ല, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി അദ്ദേഹം വിമർശിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ? ദേവിക, കേരള സെല്ല് മയൂർ വിഹാർ ഫേസ് 1-ൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കേരള സെല്ലിൻ്റെ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രിയും തൃശ്ശൂർ MP-യുമായ സുരേഷ് ഗോപി തൃശ്ശൂരിൽ BJPയുടെ ഐതിഹാസികമായ വിജയം ഒരിക്കൽ കൂടി ഡൽഹി മലയാളികളെ ഓർമ്മപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ പതിറ്റാണ്ടുകളായി അധികാരത്തിൽ തുടരുന്ന ഇടത് വലത് മുന്നണികൾ, ഈ രണ്ട് മുന്നണികൾക്കും കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള താക്കീതാണ്. അത് കൃത്യമായി വരുന്ന തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ആ ഒരു തരംഗമുണ്ടായാൽ ഒരു 71-ന് മുകളിൽ സീറ്റുകളൊക്കെ നേടിക്കൊണ്ട് കേരളത്തിൽ BJP അധികാരത്തിലേക്ക് എത്തും എന്ന കൃത്യമായ ആത്മവിശ്വാസം കൂടി സുരേഷ് ഗോപി ഈ ഡൽഹിയിലെ പൊതുപരിപാടിയിൽ എടുത്തു പറഞ്ഞു എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ഒപ്പം ഇന്ത്യ സഖ്യത്തെയും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടിയെയും ഒക്കെ അദ്ദേഹം വിമർശിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത് വരെ രണ്ട് ദുരന്തങ്ങൾ ഒരുമിച്ച് തന്നെയാണ് നിന്നിരുന്നത്. അതായത് ഡൽഹിയിലാണെങ്കിലും രാജ്യത്തൊട്ടാകെയാണെങ്കിലും കോൺഗ്രസും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും മറ്റ് വിവിധ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ചായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടുകൂടി ഈ ദുരന്തങ്ങളെല്ലാം പരസ്പരം ഇപ്പോൾ തമ്മിലടിക്കുകയാണ് എന്ന് ഇന്ത്യ സഖ്യത്തെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഒപ്പം കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ്, നമുക്കറിയാം ആ ബജറ്റ് വലിയ തോതിൽ ജനകീയ ബജറ്റാണ്. പ്രത്യേകിച്ച് ഈ ടാക്സ് അടയ്ക്കേണ്ടതിൻ്റെ പരിധി 12 ലക്ഷത്തിലേക്ക് ഉയർത്തിയതൊക്കെ സമാനതകളില്ലാത്ത വലിയ തോതിലുള്ള പ്രശംസ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകുമ്പോഴും കേരളത്തിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ MP-മാർ ബജറ്റിനെ വിമർശിച്ചുകൊണ്ട് ഇന്നലെ ഡൽഹിയിലൊക്കെ രംഗത്ത് വന്നിരുന്നു. അതിനെ അദ്ദേഹം രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. കാരണം സാധാരണക്കാരനെ തലോടുന്ന ഇത്തരത്തിലുള്ള ഒരു ബജറ്റ് അടുത്ത കാലത്തൊന്നും നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചത്. അതായത് ബജറ്റുകൾ എപ്പോഴും താഴെത്തട്ടിലുള്ളവർക്കും അതല്ലെങ്കിൽ മുകളിൽ ജീവിക്കുന്ന ആളുകൾക്കുമാകും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഇടത്തരക്കാരനെ ഇത്രത്തോളം തലോടുന്ന ഒരു ബജറ്റ് താൻ കണ്ടിട്ടില്ല എന്ന് തുറന്നു പറയുന്ന രീതിയിലുള്ള പ്രസംഗവും അദ്ദേഹം ഡൽഹിയിൽ നടത്തുകയുണ്ടായി. എന്തായാലും തൃശ്ശൂരിലെ ഐതിഹാസികമായ വിജയം അതിനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഡൽഹിയിലെ മലയാളി വോട്ടർമാരുടെ ഇടയിലേക്ക് ഇന്നിപ്പോൾ സുരേഷ് ഗോപി സജീവമായ പ്രചരണത്തിലെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മയൂർ വിഹാറിലാണെങ്കിൽ ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞും വൈകുന്നേരവുമായി കേരള സെൽ തന്നെ നടത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്നുണ്ട്. ദേവിക. ശരി ഗൗതം, ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ റാലി അവിടെ ഉണ്ടല്ലോ, എപ്പോഴായിരിക്കും അത് ആരംഭിക്കുക? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ?
ദേവിക, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം നാളെ വൈകുന്നേരം അവസാനിക്കാനിരിക്കെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി RK പുരത്താണ് BJP റാലിയിൽ സംസാരിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ BJP അധികാരത്തിലിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ്, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളുടെ BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഇന്ന് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 71 ചെറുതും വലുതുമായ റാലികളാണ് ഇന്നത്തെ ദിവസം. ഇന്ന് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാനത്തെ ഞായറാഴ്ചയാണ്. ഈ ബുധനാഴ്ചയാണ് രാജ്യതലസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. അതിനാൽ ഇന്നത്തെ അവസാനത്തെ സൺഡേ വോട്ടർമാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം BJPയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എല്ലാം നടത്തുകയാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കും. അതിനാൽ ഇന്നത്തെ ദിവസം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ വിശാലമായ രീതിയിലുള്ള പ്രചരണമാണ് ഡൽഹിയിൽ നടത്തുന്നത്. ദേവിക, ശരി.